എന്റെ മോളെ കൊന്നതിന്റെ വേദന ഞാനിന്ന് അനുഭവിക്കുകയാണ്. ആ വേദന അറിഞ്ഞിട്ട് വേണം നീയും ഈ ലോകത്തുനിന്ന് പോകാനായിട്ട്. എന്നുവെച്ചാ നിന്നെയും നിന്റെ വീട്ടുകാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിപ്പിക്കും തേവർക്കാട്ട് ബലരാമൻ. പേടിക്കണം നിങ്ങളെല്ലാം. ഓരോരുത്തരെയായിട്ട് ഒതുക്കി ഒതുക്കി ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കും. അങ്ങനെയാവുമ്പോഴല്ലേ എന്റെ പ്രതികാരത്തിനൊരു സുഖം കിട്ടൂ. നിന്റെ കുടുംബത്തിലെ കരച്ചിൽ നീ കാണൂടാ. എന്നിട്ട് മതി ഇവിടുത്തെ ഒത്തുതീർപ്പൊക്കെ. അല്ലാതെ ഇപ്പോഴേ ഒറ്റയടിക്ക് നിന്നെ അവസാനിപ്പിച്ചാലുണ്ടല്ലോ, അത് നിന്റെ രക്ഷപ്പെടലായി മാറും. അപ്പൊ എന്റെ കുടുംബത്തിന്റെ കണ്ണീര് കാണാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലേ താൻ? അതേടാ, എന്താ സംശയമുണ്ടോ നിനക്ക്? ബലരാമ, ചെതു വേണ്ട. ബലരാമ, ഈ രീതിയിൽ സംസാരം മുന്നോട്ട് കൊണ്ടുപോകണ്ട. അത് ശരിയാവില്ല. എന്റെ വീട്ടിൽ ഏത് രീതിയിൽ സംസാരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ എന്നെ പഠിപ്പിക്കണ്ട. ഇവന്റെ വാചകത്തിൽ ഞാൻ അങ്ങ് മയങ്ങിപ്പോകുന്നു കരുതിയില്ല താൻ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. തന്റെയോ തന്റെ സുഹൃത്തുക്കളുടെയോ ഏതെങ്കിലും കോടതിയിലാണ് ഈ കേസ് പോകുന്നതെങ്കിൽ കേസ് മാറ്റാനായിട്ട് ഞാൻ ഹർജി കൊടുക്കും. പിന്നെ വാദിയെ സ്വാധീനിക്കാൻ നടന്ന കാര്യങ്ങളെല്ലാം കോടതിയെയും പോലീസിനെയും അറിയിക്കുകയും ചെയ്യും. ബലരാമ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങളൊന്നും പറയണ്ട. ഇവനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങാൻ നോക്ക്. ഞാൻ ഭിക്ഷ എന്നത് അതിന്റെ MLA സ്ഥാനം. എന്നിട്ട് വരം കൊടുത്തതിനെതിരെ തന്നെ കുഴി തോണ്ടാൻ വന്നിരിക്കുന്നു. വിടില്ലടാ നിന്നെയും നിന്റെ കുടുംബത്തെ. താൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം അറിയിക്കാം. താൻ പറഞ്ഞില്ലേ എന്റെ MLA സ്ഥാനം, തന്റെ ഭിക്ഷ, അത് വലിച്ചെറിയാൻ എനിക്ക് വിരൽ ഞൊടിക്കുന്ന നേരം പോലും ആവശ്യമില്ല. 10,000 പേരുടെ ഓട്ട എന്നെ ആ സ്ഥാനത്ത് എത്തിച്ചത്, അല്ലാതെ തന്റെ സ്വാധീനമല്ല. ജനങ്ങളോട് പറഞ്ഞിട്ട് ഞാനങ്ങ് ഇറങ്ങിപ്പോവും. പണ്ട് ബലരാമനെ MP ആക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടൊരു സാധാ പ്രവർത്തകനുണ്ടായിരുന്നു, ഈ സിദ്ധാർത്ഥൻ. അതിന്റെ കണക്ക് ഞാൻ എപ്പോഴെങ്കിലും ചോദിച്ചോടോ? ഇന്നോളം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ? എന്നെ MLA ആക്കണമെന്ന് എന്തെങ്കിലും തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? MLA ആയ ശേഷം തന്റെ കഴിവുണ്ട MLA ആയെന്ന് താൻ എന്നോട് പറഞ്ഞിട്ടില്ലേടോ? പിന്നെ എന്റെ കുടുംബത്തെ തൊടാൻ വരുമ്പോ തനിക്ക് മനസ്സിലാവും ഈ സിദ്ധാർത്ഥൻ ആരാണെന്ന്. എനിക്ക് തന്നെ പൂർണ്ണമായും അറിയാം, പക്ഷെ തനിക്ക് എന്നെ ഒട്ടും അറിയില്ല. എന്നാ ഇപ്പൊ അറിയിക്കടാ. വാടാ, അറിയിക്കടാ, അറിയിക്കാം. വാടാ. നിർത്ത് ബലരാമ, പ്ലീസ്. ബലരാമ, വേണ്ട. ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാ. അത് ഈ രീതിയിലാവരുത്. ആരും ഇതുപോലുള്ള നാടകങ്ങളുമായി ഇനി ഇങ്ങോട്ട് വന്നു പോവരുത്. ഭൂമിയോളം താഴ്ന്നു നിന്ന് സംസാരിക്കാൻ വന്നതാ ഞാൻ. പക്ഷേ എന്നെ ശത്രുവായി കാണുന്ന ബലരാമനെ തിരുത്താൻ എനിക്ക് പറ്റില്ല. അതെനിക്ക് മനസ്സിലായി. മതി, ഇതു മതി. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. വരില്ല ചന്ദ്രമതി. ഇനി ഒരു കോംപ്രമൈസിനും ഈ സിദ്ധാർത്ഥൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.